ഹലോ ട്രെയിനീസ്, സ്വാഗതം. ഈ സെഷനിൽ ടൂൾസുകൾ കൈകാര്യം ചെയ്യുമ്പോൾ എടുക്കേണ്ട സുരക്ഷാ മുൻകരുതലുകളെക്കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത്. ഈ സെഷൻ്റെ അവസാനത്തോടെ നിങ്ങൾക്ക് അളവുകൾ എടുക്കാനുള്ള വിവിധതരം ടൂളുകളെ പറ്റിയും ഡ്രാഫ്റ്റിംഗ് ടൂളുകളെ പറ്റിയും അറിയാനും സാധിക്കും. ഇത് കൂടാതെ സ്റ്റിച്ചിങ് സമയത്ത് ശ്രദ്ധിക്കേണ്ട സുരക്ഷാ മുൻകരുതലുകളുടെ പ്രാധാന്യം വിശദീകരിക്കാനും സൂയിങ് ടൂൾസുകൾ കൈകാര്യം ചെയ്യുമ്പോൾ ആരോഗ്യവും സുരക്ഷയും ഉറപ്പാക്കുന്നതിനുള്ള നടപടികൾ വിവരിക്കാനും കഴിയും. സൂയിങ് ടൂൾസുകൾ എങ്ങനെ കൃത്യമായി സംഭരിക്കണമെന്നും നമ്മൾ പഠിക്കും. നമുക്ക് അളവെടുക്കുന്ന വിവിധതരം ടൂൾസുകൾ നോക്കാം. മെഷറിംഗ് ടേപ്പ് ശരീരത്തിന്റെ അളവുകൾ എടുക്കുന്നതിനും പാറ്റേണുകൾ, ലേഔട്ടുകൾ എന്നിവ അളക്കുന്നതിനും കൂടാതെ പൊതുവായ അളവെടുക്കുന്നതിനും ഉപയോഗിക്കുന്നു. ഫ്ലെക്സിബിൾ ഫൈബർ ഗ്ലാസ് അല്ലെങ്കിൽ ഫാബ്രിക് മെഷറിംഗ് ടേപ്പ് ഇതിന് അനുയോജ്യമാണ്. ചില ഫാബ്രിക് തരങ്ങൾ നീണ്ട കാലത്തെ ഉപയോഗത്തിന് ശേഷം സ്ട്രെച്ച് ആകുന്നതായി കാണാറുണ്ട്. ഇതിൽ ഇഞ്ചായോ സെന്റിമീറ്ററായോ മാത്രമേ അളവുകൾ എടുക്കാൻ സാധിക്കൂ. ടൈലറിംഗ് ചെയ്യുന്നതിനു വേണ്ടി ശാസ്ത്രീയമായ അറിവിന്റെ അടിസ്ഥാനത്തിൽ അളവെടുക്കാനായി നിർമ്മിച്ചിരിക്കുന്ന ഒരു റിബണാണിത്. ഓവർകോട്ട്, ലേഡീസ് നൈറ്റി, ഗൗൺ തുടങ്ങിയ നീളമുള്ള ഗാർമെന്റ്സ് അളക്കാനും കുറച്ച് വലിയ ഗാർമെന്റ്സുകൾ ഫ്ലെയർ പരിശോധിക്കാനും മെഷറിംഗ് സ്റ്റാൻഡ് ഉപയോഗിക്കുന്നു. ആകൃതിയോ രൂപമോ അളക്കാൻ സൗകര്യപ്രദവും വഴക്കമുള്ളതുമാണ് മെറ്റൽ ടേപ്പ്. ഇത് ഫ്ലെക്സിബിൾ മെറ്റൽ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഇനി നമുക്ക് വിവിധതരം ഡ്രാഫ്റ്റിംഗ് ടൂളുകളെ പറ്റി നോക്കാം. എൽ സ്കെയിൽ വുഡ് അല്ലെങ്കിൽ അയൺ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഇത് ട്രൈ സ്ക്വയർ എന്നും അറിയപ്പെടുന്നു. ഇതിന്റെ ഒരു ആമിന് 12 ഇഞ്ച് നീളവും മറ്റൊന്നിന് 24 ഇഞ്ച് നീളവുമുണ്ട്. ഓരോ ഇഞ്ചിലും 8 മാർക്ക് വീതം അടയാളപ്പെടുത്തിയിട്ടുണ്ട്. വുഡൻ ട്രൈ സ്ക്വയർ ആണ് ടൈലറിംഗിൽ ഉപയോഗിക്കുന്നത്. ഗ്രാജുവേറ്റഡ് സ്ക്വയർ അഥവാ എൽ സ്ക്വയർ സ്കെയിൽ എന്നും അറിയപ്പെടുന്നു. ഇതിൽ ഒരു വശത്ത് ഇഞ്ച് നീളം നൽകിയിരിക്കുന്നു, മറുവശത്ത് 1/2 ഇഞ്ച് മാർക്കുകൾ 1/4, 1/8, 1/16, 1/32 എന്നീ ഡിനോമിനേഷനുകളിൽ നൽകിയിരിക്കുന്നു. 24 ഇഞ്ച് മാർക്കുള്ള 1/3, 1/6, 1/12, 1/24, 1/48 എന്നീ ഡിനോമിനേഷനുകൾ പാറ്റേണുകൾ ഡ്രാഫ്റ്റിംഗ് ചെയ്യുന്നതിന് ഉപയോഗിക്കുന്നു. മെഷറിംഗ് സ്റ്റിക്കിൽ ഇഞ്ചും സെന്റിമീറ്ററും അടയാളപ്പെടുത്തിയിരിക്കുന്നു. ഫാബ്രിക് ഗ്രെയിൻസ് പരിശോധിക്കുന്നതിനും ഹെംസ് അടയാളപ്പെടുത്തുന്നതിനും ഉപയോഗിക്കുന്ന വഴക്കമുള്ള ഒരു സ്റ്റിക്കാണിത്. ഡ്രസ് മേക്കേഴ്സ് ഗേജിന് ഒരു വശം സ്കലോപ്പ് എഡ്ജുകളും മറുവശം സ്ട്രെയിറ്റ് എഡ്ജുകളുമാണ്. സ്കലോപ്പ് എഡ്ജ് സൈഡിൽ 1/4 ഇഞ്ച്, 1/2 ഇഞ്ച്, 2 ഇഞ്ച് എന്നിവ അടങ്ങിയിരിക്കുന്നു. സ്ട്രെയിറ്റ് എഡ്ജ് സൈഡിൽ 1 ഇഞ്ച്, 2 ഇഞ്ച്, 3 ഇഞ്ച്, 4 ഇഞ്ച് എന്നും അടയാളപ്പെടുത്തിയിരിക്കുന്നു. പ്ലീറ്റുകൾ, ടക്കുകൾ മുതലായവ അളക്കാൻ സ്കലോപ്പ് എഡ്ജുകളും ബട്ടൺ ഹോളുകൾ അളക്കാൻ സ്ട്രെയിറ്റ് എഡ്ജുകളും ഉപയോഗിക്കുന്നു. സ്ലൈഡിംഗ് റോഡ് മാർക്കുള്ള 6 ഇഞ്ച് റൂളറാണ് സീം ഗേജ്. ഇതിന് ഒരുപാട് ഗുണങ്ങളുണ്ട്. സീം മാർജിൻ നീളം, ബട്ടണുകൾ, ബട്ടൺ ഹോളുകൾ എന്നിവ അടയാളപ്പെടുത്തുന്നതിനും പ്ലീറ്റുകൾ, ടക്കുകൾ എന്നിവ പോലുള്ള ഡിസൈൻ ഡീറ്റെയിലുകൾ അടയാളപ്പെടുത്തുന്നതിനും ഇത് ഉപയോഗിക്കുന്നു. ട്രാൻസ്പെറന്റ് റൂളർ നിർമ്മിച്ചിരിക്കുന്നത് പ്ലാസ്റ്റിക് കൊണ്ടാണ്. ഇതിൽ ഇഞ്ചുകളും സെന്റിമീറ്ററുകളും അടയാളപ്പെടുത്തിയിരിക്കുന്നു. സ്ട്രെയിറ്റ് അല്ലെങ്കിൽ ബയസ് ലൈനുകൾ അളക്കാൻ ഇത് ഉപയോഗിക്കുന്നു. അടയാളങ്ങൾ രേഖപ്പെടുത്താൻ എളുപ്പത്തിൽ ഉപയോഗിക്കുന്ന ടൂളാണ് ടി സ്ക്വയർ. ഇത് ട്രാൻസ്പെറന്റ് ആണ്. ഇതിൽ ഇഞ്ചുകളും സെന്റിമീറ്ററുകളും അടയാളപ്പെടുത്തിയിരിക്കുന്നു. സ്ട്രെയിറ്റ് എഡ്ജുകളിൽ നിന്ന് സ്ക്വയർ അളക്കാൻ ഇത് ഉപയോഗിക്കുന്നു. ക്രിസ്റ്റൽ ക്ലിയർ, ഷട്ടർ പ്രൂഫ്, സിന്തറ്റിക് മെറ്റീരിയൽ, മെറ്റൽ അല്ലെങ്കിൽ മരം കൊണ്ടാണ് സെറ്റ് സ്ക്വയർ നിർമ്മിച്ചിരിക്കുന്നത്. ഡിസൈൻ, പാറ്റേൺ ഡിപ്പാർട്ട്മെന്റുകളിൽ ഇവ ഉപയോഗിച്ചു വരുന്നു. കാർഡ് സ്കെയിൽ പേപ്പർ, കാർഡ്ബോർഡ് കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. റെക്കോർഡ് നോട്ട്ബുക്കുകളിൽ ചെറിയ ഡ്രാഫ്റ്റിംഗിനായി ഇത് സാധാരണയായി ഉപയോഗിക്കുന്നു. ടൈലേഴ്സ് ആർട്ട് കർവ്, വുഡ്, പ്ലാസ്റ്റിക്, സ്റ്റീൽ എന്നിവ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഇത് എൽ ആകൃതിയിലാണെങ്കിലും മറുവശം ക്ലോസ് ചെയ്ത വൃത്താകൃതിയിലാണ്. ഇതിൽ ഒരു വശത്ത് 1/2 സെന്റിമീറ്റർ, മറുവശത്ത് 1/5 സെന്റിമീറ്റർ എന്നിങ്ങനെ അടയാളങ്ങൾ നൽകിയിരിക്കുന്നു. ഫ്രഞ്ച് കർവ് അഥവാ ട്രാൻസ്പെറന്റ് അഥവാ സുതാര്യമായ പ്ലാസ്റ്റിക് ഉപയോഗിച്ചാണ് ഇവ നിർമ്മിച്ചിരിക്കുന്നത്. 12 ടൂളുകളുടെ ഒരു സെറ്റാണ് ടൈലറിംഗിൽ ആകെ ഉള്ളതെങ്കിലും ഇതിൽ 3 or 4 മാത്രമേ സാധാരണയായി ഉപയോഗിക്കാറുള്ളൂ. നെക്ക്, ആം ഹോൾ ഡെപ്ത്, സൈഡ്, ബോട്ടം എന്നിവയുടെ ആകൃതികൾ വരയ്ക്കാൻ ഇത് സഹായിക്കുന്നു. ഫ്ലെക്സിബിൾ കർവ്. ഫ്ലെക്സിബിൾ റബ്ബർ കൊണ്ടാണ് ഇവ നിർമ്മിച്ചിരിക്കുന്നത്. ഇത് ഏത് രൂപത്തിലേക്കും ബെൻഡ് ചെയ്ത് വളഞ്ഞ പാറ്റേൺ പീസുകൾ നിർമ്മിക്കാൻ സാധിക്കും. ഹിപ്പ് കർവ് അല്ലെങ്കിൽ കർവ് റൂളറുകൾ.
വുഡ് അല്ലെങ്കിൽ പ്ലാസ്റ്റിക് കൊണ്ടാണ് ഹിപ്പ് കർവ് അല്ലെങ്കിൽ കർവ് റൂളറുകൾ ഉപയോഗിച്ചിരിക്കുന്നത്. ചെറിയ വൃത്താകൃതിയിലുള്ള ഒരു റോഡാണിത്. ഷർട്ട്, പാൻസ് മുതലായ ഗാർമെന്റുകളുടെ സൈഡ് ഷേപ്പ് ഡ്രാഫ്റ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്നു. ലോങ് റൂളറിൽ ഇഞ്ചും സെന്റിമീറ്ററും അടയാളപ്പെടുത്തിയിട്ടുണ്ട്. നേർരേഖകൾ വരയ്ക്കാനാണ് ഇത് ഉപയോഗിക്കുന്നത്. ഇനി നമുക്ക് സുരക്ഷാ മുൻകരുതലുകൾ നോക്കാം. എല്ലാവർക്കും വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് സുരക്ഷ. സുരക്ഷിതമായ ഒരു വർക്ക് സ്പേസ് നിലനിർത്തേണ്ടത് ഞങ്ങളുടെ ഉത്തരവാദിത്തമാണ്. എപ്പോഴും സുരക്ഷിതമായ അന്തരീക്ഷം നിലനിർത്താൻ സുരക്ഷാ മാനദണ്ഡങ്ങൾ കണ്ടെത്തുകയും അവ പിന്തുടരുകയും വേണം. സുരക്ഷ എല്ലാവർക്കും പ്രധാനമാണ്. സുരക്ഷിതമായ ജോലിസ്ഥലം മെയിൻറ്റെയിൻ ചെയ്യുന്നതിനുള്ള ഉത്തരവാദിത്തം കോച്ചുകൾ അഥവാ പരിശീലകർക്കാണ്. മെഷീനിൽ ജോലി ചെയ്യുമ്പോൾ അതീവ ശ്രദ്ധ ആവശ്യമാണ്. എല്ലാ ട്രെയിനീസും ഇനി പറയുന്ന സുരക്ഷാ മാനദണ്ഡങ്ങളെ പറ്റി പഠിച്ചിരിക്കണം. ഏതെങ്കിലും കാരണവശാൽ ഓയിൽ നിലത്ത് വീണാൽ ജോലിസ്ഥലം ഉടൻ വൃത്തിയാക്കണം. മെഷീൻ പ്രവർത്തിപ്പിക്കുന്നതിന് മുമ്പ് നീഡിലിൽ ത്രെഡ് ശരിയായി കോർത്തിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്തുക. നീഡിൽ ത്രെഡ് ചെയ്യുമ്പോൾ നിങ്ങളുടെ കാലുകൾ പെഡലിൽ നിന്ന് അകറ്റി വെക്കുക. മെഷീൻ പ്രവർത്തിക്കാത്ത സമയത്ത് മോട്ടോർ ഓഫ് ചെയ്യുക. മെഷീൻ പ്രവർത്തിപ്പിക്കുമ്പോൾ അയഞ്ഞ വസ്ത്രങ്ങൾ ധരിക്കുന്നത് ഒഴിവാക്കുക. നീളമുള്ള മുടിയുള്ള ആളാണ് നിങ്ങളെങ്കിൽ അത് ശരിയായി കെട്ടിവെക്കണം. സൂചികൾ, കത്രികകൾ, തയ്യൽ സൂചികൾ, അക്യുപങ്ക്ചർ തുടങ്ങിയ മൂർച്ചയുള്ള ഉപകരണങ്ങൾ ഉപയോഗിക്കുമ്പോൾ മൂർച്ചയുള്ള ഭാഗം കൈയിലും ഗ്രിപ്പ് ഭാഗം വാങ്ങുന്നയാളുടെ കൈയിലേക്കുമാണ് മാറുന്നതെന്ന് ഉറപ്പാക്കേണ്ടതുണ്ട്. സ്യൂയിങ് മെഷീൻ ഉപയോഗിക്കാത്തപ്പോൾ ഈർപ്പം വരാതെയും ഉണങ്ങിയതും വൃത്തിയുള്ളതുമായ സ്ഥലത്ത് സുരക്ഷിതമായി സൂക്ഷിക്കുക. ഇനി സ്യൂയിങ് മെഷീനുകൾ ശരിയായി ഉപയോഗിക്കേണ്ട രീതികൾ നോക്കാം. മെഷീൻ പ്രവർത്തിക്കുമ്പോൾ നീഡിലിൽ നിന്ന് കൈകൾ അകറ്റി നിർത്തുക. പരിശീലനം ലഭിച്ചവർ മാത്രമേ മെഷീൻ ഉപയോഗിക്കാവൂ. ഓയിൽ ഗ്രീസ് ഉപയോഗിക്കുന്ന സമയത്ത് കണ്ണിലോ ചർമ്മത്തിലോ ആയാൽ ഉടൻ കഴുകി ഒരു ഡോക്ടറെ സമീപിക്കുക. മൂർച്ചയുള്ള വസ്തുക്കൾ മറ്റൊരാൾക്ക് കൈമാറുമ്പോൾ ആദ്യം ഹാൻഡിൽ കൈമാറുക. മെഷീൻ പ്രവർത്തിക്കുമ്പോൾ നിങ്ങളുടെ വിരലുകൾ ത്രെഡിലേക്ക് വയ്ക്കുകയോ ലിവർ എടുക്കുകയോ ചെയ്യരുത്. മെഷീൻ പ്രവർത്തിക്കുന്ന സമയത്ത് ശ്രദ്ധിക്കാതെ എഴുന്നേറ്റ് പോകുന്നത് അപകടങ്ങൾ ഉണ്ടാക്കിയേക്കാം. മെഷീൻ പ്രവർത്തിപ്പിക്കുന്ന സമയത്ത് നിങ്ങളുടെ തലയോ മുടിയോ കൈകളോ ഹാൻഡ് വീൽ, വി ബെൽറ്റ്, ബോബിൻ വിൻഡർ, ബാലൻസ് വീൽ എന്നിവയുടെ അടുത്ത് ഒരിക്കലും വയ്ക്കരുത്. സുരക്ഷാ ഗാർഡുകൾ നീക്കം ചെയ്ത് മെഷീൻ പ്രവർത്തിപ്പിക്കരുത്. നീഡിൽ ഒടിഞ്ഞിരിക്കുമ്പോൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ മുഖം അടുപ്പിച്ചു പിടിക്കരുത്. ഹാൻഡിൽ ഒഴികെ ഹോട്ട് അയൺ ആയ ഭാഗത്ത് തൊടരുത്. ഇനി സ്യൂയിങ് മെഷീനുകൾ ഉപയോഗിക്കുന്നതിനുള്ള പ്രധാന സുരക്ഷാ നിയമങ്ങൾ നോക്കാം. പിന്നുകൾ എപ്പോഴും ഒരു പിൻ കുഷ്യനിൽ സൂക്ഷിക്കുക. ഒരിക്കലും ക്ലോത്തുകളിൽ കുത്തി സൂക്ഷിക്കരുത്. ഉപയോഗിക്കാത്തപ്പോൾ സിസേഴ്സും ഷിയേഴ്സും ക്ലോസ്ഡ് പൊസിഷനിൽ സൂക്ഷിക്കുക. മൂർച്ചയുള്ള എല്ലാ ടൂൾസുകളുടെയും ഷാർപ്പ് ഭാഗം എപ്പോഴും ഡൗൺവേർഡ് പൊസിഷനിൽ സൂക്ഷിക്കുക. മെഷീൻ എങ്ങനെ ഉപയോഗിക്കണമെന്ന് പഠിക്കുമ്പോൾ കുറഞ്ഞ വേഗത പ്രയോഗിക്കുക. ഉപയോഗത്തിലില്ലാത്തപ്പോൾ തുരുമ്പ് പിടിക്കുന്നത് തടയാൻ ടൂൾസുകൾ ഉണങ്ങിയ സ്ഥലത്ത് സൂക്ഷിക്കണം. എല്ലായ്പ്പോഴും ടൂളുകൾ ലോക്ക് ചെയ്യുകയും കുട്ടികൾക്ക് ലഭ്യമാകാതെ സൂക്ഷിക്കുകയും ചെയ്യുക. ഏതെങ്കിലും പ്രൊഡക്റ്റോ പാർട്ടോ ഉപയോഗിക്കുന്നതിന് മുമ്പ് അതിന് എന്തെങ്കിലും കേടുപാടുകൾ ഇല്ലെന്ന് ഉറപ്പുവരുത്തുകയും അതിന്റെ പ്രശ്നം എന്താണെന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുകയും ചെയ്യുക. കുട്ടികളെ മെഷീനിൽ ജോലി ചെയ്യാൻ അനുവദിക്കരുത്. മെഷീൻസും ടൂൾസും കൈകാര്യം ചെയ്യാൻ ഒരിക്കലും അവരെ അനുവദിക്കരുത്. മെഷീന്റെ മൂവിംഗ് പാർട്സ് ക്ലോത്തുകളിൽ കയറി പിടിക്കാൻ സാധ്യതയുള്ളതിനാൽ അയഞ്ഞ ക്ലോത്തുകളോ ആഭരണങ്ങളോ ധരിക്കരുത്. കാൽ മെഷീനിൽ വയ്ക്കുന്ന രീതിയും ബാലൻസും കൃത്യമായ രീതിയിൽ നിലനിർത്തുക. ഇത് പ്രവർത്തിക്കുന്ന മെഷീനുകൾക്ക് മുകളിലൂടെയോ കുറുകയോ എത്തരുത്. ശ്രദ്ധയോടെ മാത്രം ഇതെല്ലാം ചെയ്യുക. ക്ഷീണിച്ചിരിക്കുമ്പോൾ മെഷീൻ പ്രവർത്തിപ്പിക്കരുത്. നിങ്ങളുടെ സൂയിങ് മെഷീൻ മികച്ച രീതിയിൽ പ്രവർത്തിപ്പിക്കുന്നതിനും അവയുടെ പരിചരണം, മെയിന്റനൻസുകൾ, സ്റ്റോറേജ് എന്നിവയ്ക്കായും ചില ടിപ്സ് നോക്കാം. ഒരു യോഗ്യനായ ടെക്നീഷ്യനെ കൊണ്ട് മെഷീൻസിന്റെ സർവീസും മെയിന്റനൻസും കൃത്യമായി നടത്തുന്നുണ്ടെന്ന് ഉറപ്പാക്കണം. മെഷീനുകളുടെ കേടുപാടുകൾ ഒഴിവാക്കാൻ ബ്രാൻഡഡ് ആയതോ ടെക്നീഷ്യൻ റെക്കമെൻഡ് ചെയ്യുന്ന മെഷീൻ പാർട്സ് മാത്രം ഉപയോഗിക്കുക. മികച്ചതും സുരക്ഷിതവുമായ പെർഫോമൻസിനായി നീഡിലുകൾ മൂർച്ചയുള്ളതായും മെഷീൻ വൃത്തിയായും സൂക്ഷിക്കുക. വൃത്തിയുള്ളതും നനഞ്ഞതുമായ ക്ലോത്ത് ഉപയോഗിച്ച് മെഷീൻ വൃത്തിയാക്കുക. സോൾവെന്റുകളോ തിന്നറുകളോ ഉപയോഗിക്കരുത്. ഉപയോഗമില്ലാതിരിക്കുന്ന സമയത്ത് മെഷീൻ മൂടി വൃത്തിയുള്ളതും ഡ്രൈ ആയതുമായ സ്ഥലത്ത് സൂക്ഷിക്കുക. ഓരോ ക്ലാസ് കഴിയുമ്പോഴുമോ ജോലി തീരുമ്പോഴോ മെഷീന്റെ ചുറ്റുപാടും കൂടി വൃത്തിയാക്കുക. ലിന്റ്, ത്രെഡ് ക്ലിപ്പിങ്ങുകൾ, ഫൈബർ എന്നിവ നിലത്ത് വീണ് കിടക്കുന്നുണ്ടെങ്കിൽ അവ വൃത്തിയാക്കുന്നതിൽ നിലം അടിച്ചു വാരുക. സർവീസ് ചെയ്യുമ്പോൾ ഐഡന്റിക്കൽ റീപ്ലേസ്മെന്റ് പാർട്സ് മാത്രം ഉപയോഗിക്കുക. മറ്റേതെങ്കിലും ഉപയോഗിച്ചാൽ മറ്റു പാർട്സിന്റെ വാറണ്ടി അസാധുവാകും.
ക്ലോത്ത് കബേർഡിൽ ഇൻസെക്റ്റുകളുടെ ശല്യം ഒഴിവാക്കാൻ നാഫ്തലിൻ ബോളുകൾ ഉപയോഗിക്കുക. പാറ്റേൺ വർക്കുകൾക്കായി ഉപയോഗിക്കുന്ന പിന്നുകൾ എല്ലായ്പ്പോഴും ഒരു പിൻ കുഷനിൽ വെക്കുക. സ്ക്രൂ ഡ്രൈവറുകൾ, ഓയിൽ ക്യാൻ തുടങ്ങിയ ആവശ്യമായ ടൂൾസുകൾ മെഷീൻ ടൂൾ ബോക്സിൽ തന്നെ സൂക്ഷിക്കുക. എല്ലാ സൂയിങ് ത്രെഡുകളും ഒരു ത്രെഡ് ബോക്സിൽ സൂക്ഷിക്കുക. തുന്നലിനായി ഉപയോഗിക്കുന്ന എല്ലാ തരത്തിലും വലിപ്പത്തിലുമുള്ള നീഡിലുകൾ ഒരു നീഡിൽ ബോക്സിൽ ഇട്ട് സൂക്ഷിക്കുക. സിസേഴ്സ്, ഷീയേഴ്സ്, ട്രിമ്മറുകൾ തുടങ്ങിയ എല്ലാ മൂർച്ചയുള്ള എസ് ടൂളുകളും സുരക്ഷിതമായതും നിങ്ങളുടെ കൈയെത്തുന്നതുമായ ദൂരത്ത് സൂക്ഷിക്കുക. മെഷീനോ മറ്റു ടൂളുകളോ റഫായി കൈകാര്യം ചെയ്യരുത്. കൂടുതൽ നേരം തുടർച്ചയായി സൂര്യപ്രകാശത്തിൽ ക്ലോത്ത് ഉണക്കരുത്. കാരണം ഈ സാഹചര്യം പെട്ടെന്ന് ക്ലോത്തിന് കേടുവരുത്താൻ കാരണമാകും. ഇനി സ്യൂയിങ്ങിന് ആവശ്യമായ എല്ലാ ടൂളുകളും എക്യുപ്മെന്റുകളും കൈകാര്യം ചെയ്യുന്നത് എങ്ങനെയെന്ന് നോക്കാം. നീഡിൽ. ഹാൻഡ് സ്റ്റിച്ചിങ് നടത്തുമ്പോൾ അനുയോജ്യമായ അതാത് നീഡിൽ ഉപയോഗിക്കുക. മെഷീൻ നീഡിൽ കൃത്യമായി ഫിക്സ് ചെയ്യുക. നീഡിൽ ബാറിന്റെ പരന്ന വശത്ത് ഫ്ലാറ്റ് നീഡിൽ, മൂർച്ചയുള്ള നീഡിലുകൾ മാത്രം ഉപയോഗിക്കുക. ത്രെഡ്. ഹാൻഡ് സ്റ്റിച്ചിങ്ങിനായി വളരെ നീളമുള്ള ത്രെഡുകൾ ത്രെഡ് ചെയ്യരുത്. പഴയതോ നനഞ്ഞതോ ആയ ത്രെഡുകൾ ഉപയോഗിക്കരുത്. സ്യൂയിങ് സമയത്ത് ത്രെഡിന്റെ ഫ്രീ ഫ്ലോ ഉറപ്പാക്കാൻ ത്രെഡ് സ്പൂൾ ശരിയായ ദിശയിൽ വയ്ക്കുക. സിസേഴ്സ്. പേപ്പർ പാറ്റേൺ മുറിക്കുന്നതിന് സിസേഴ്സ് ഉപയോഗിക്കുക. അവ ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യുക. കട്ട് ചെയ്യുന്നതിന് മുൻപ് ത്രെഡുകൾ ട്രിം ചെയ്യാനും സീം അലവൻസ് പോലുള്ള ലൈറ്റ് ഫാബ്രിക് തരങ്ങൾ മുറിക്കുന്നതിനും സിസേഴ്സ് ഉപയോഗിക്കാം. ഷിയേഴ്സ്. 2 മുതൽ 4 വരെയുള്ള ക്ലോത്തുകളുടെ ലെയറുകൾ മുറിക്കാൻ ഉപയോഗിക്കുന്നതാണ് ഷിയേഴ്സ്. ഇതിൽ തമ്പ് ചെറിയ വളയത്തിലും മറ്റ് വിരലുകൾ മറ്റേ റിങ്ങിലും വെച്ചാണ് കട്ട് ചെയ്യേണ്ടത്. മുറിക്കുമ്പോൾ പാറ്റേൺ ലൈനുകൾ പിന്തുടരുക. മൂർച്ചയുള്ള ഷിയേഴ്സ് മാത്രം ഉപയോഗിക്കുക. ചോക്ക്. ക്ലോത്തിന്റെ നിറത്തിന് അനുയോജ്യമായ മാർക്കിംഗ് ചോക്ക് ഉപയോഗിക്കുക. എപ്പോഴും ക്ലോത്തിന്റെ അകംഭാഗത്ത് ചോക്ക് ഉപയോഗിച്ച് അടയാളപ്പെടുത്തുക. തിമ്പിൾ. ഹാൻഡ് സ്റ്റിച്ചിങ് ചെയ്യുമ്പോൾ എപ്പോഴും തിമ്പിൾ ധരിക്കുക. നിങ്ങളുടെ വിരലുകൾക്ക് അനുയോജ്യമായ വലിപ്പമുള്ള ഒരു തിമ്പിൾ തന്നെ ഉപയോഗിക്കുക. മെഷറിംഗ് ടേപ്പ്. സെന്റിമീറ്റർ, ഇഞ്ച് എന്നിങ്ങനെ ഉള്ള യൂണിറ്റുകളിലൊന്ന് പിന്തുടരുക. അളവെടുക്കുന്ന സമയത്ത് ടേപ്പിന്റെ 0 പോയിന്റ് കൃത്യമായി സ്റ്റാർട്ടിംഗ് പോയിന്റിൽ തന്നെയാണ് വെച്ചിട്ടുള്ളത് എന്ന് ഉറപ്പാക്കുക. സീം റിപ്പർ. സീം റിപ്പറിന്റെ യഥാർത്ഥത്തിലുള്ള ഉപയോഗത്തിനല്ലാതെ മറ്റൊരു ആവശ്യത്തിനും ഇത് ഉപയോഗിക്കരുത്. ക്ലോത്തുകൾ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് ആവശ്യമില്ലാത്ത ചെറിയ ത്രെഡുകൾ ട്രിം ചെയ്യുമ്പോൾ ഇവ ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യുക. ഹോൾ മേക്കർ. ഐലൈറ്റ് സ്റ്റിച്ചിങ് നിർമ്മിക്കുന്നതിന് ഹോളുകൾ ഉണ്ടാക്കാൻ ഹോൾ മേക്കർ ഉപയോഗിക്കുക. മറ്റേതെങ്കിലും കട്ടിയുള്ള മെറ്റലിലോ വസ്തുക്കളിലോ ഹോളുകൾ ഉണ്ടാക്കാൻ ഇത് ഉപയോഗിക്കരുത്. ഇങ്ങനെ ചെയ്യുന്നതിന് അതിന്റെ മൂർച്ചയുള്ള അറ്റങ്ങൾ തേഞ്ഞു പോകാൻ കാരണമാകും. ഈ സെഷനിൽ ടൂളുകൾ കൈകാര്യം ചെയ്യുമ്പോൾ എടുക്കേണ്ട സുരക്ഷാ മുൻകരുതലുകളെ കുറിച്ചാണ് നമ്മൾ പഠിച്ചത്. ഇപ്പോൾ നിങ്ങൾക്ക് അളവുകൾ എടുക്കാനുള്ള വിവിധതരം ടൂളുകളെ പറ്റിയും ഡ്രാഫ്റ്റിംഗ് ടൂളുകളെ പറ്റിയും അറിയാമെന്ന് കരുതുന്നു. ഇതുകൂടാതെ സ്റ്റിച്ചിങ് സമയത്ത് ശ്രദ്ധിക്കേണ്ട സുരക്ഷാ മുൻകരുതലുകളുടെ പ്രാധാന്യം വിശദീകരിക്കാനും സ്യൂയിങ് ടൂളുകൾ കൈകാര്യം ചെയ്യുമ്പോൾ ആരോഗ്യവും സുരക്ഷയും ഉറപ്പാക്കുന്നതിനുള്ള നടപടികൾ വിവരിക്കാനും നിങ്ങൾക്ക് സാധിക്കണം. സ്യൂയിങ് ടൂളുകൾ എങ്ങനെ കൃത്യമായി സംഭരിക്കണമെന്നും നമ്മൾ ഈ സെഷനിലൂടെ പഠിച്ചു കഴിഞ്ഞു.